അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. നഖം വെട്ടുക എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്, ശുദ്ധമായ മനുഷ്യ പ്രകൃതമാണ്. എന്നാൽ പലരും ഈ സുന്നത്തിനെ അലക്ഷ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നഖം വെട്ടി അത് കുഴിച്ചിടൽ ഏറ്റവും നല്ലതാണ്, നല്ല പ്രവൃത്തിയാണ്. ഇനി ആരെങ്കിലും നഖം വെട്ടി അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പാപമല്ല എങ്കിലും പല അപകടങ്ങൾ സംഭവിക്കാൻ അത് ഇടവരുത്തുന്നു. സിഹിർ ചെയ്യുന്ന സാഹിര്യങ്ങൾ നമ്മുടെ നഖങ്ങളും മുടിയുമൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് നമ്മുടെ നഖങ്ങളും മുടികളുമൊക്കെ കുഴിച്ചിടലാണ് ഏറ്റവും നല്ല കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയും നഖവും ഒരു ജൂതൻ ശേഖരിച്ച് സിഹിർ ചെയ്ത സംഭവം പ്രസിദ്ധമാണ്. നമ്മുടെ നഖവും മുടിയുമൊക്കെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഉലമാക്കൾ എഴുതിയിരിക്കുന്നത്, ദക്കറ അഹ്ലുൽ ഇൽമി അന്ന ദഫ്ന അശ്ശഅരി വൽ അദ്ഫാർ അഹ്സനു വ ഔലാ. ഉലമാക്കൾ വിശദീകരിക്കുന്നു, നഖവും മുടിയും ദഫൻ ചെയ്യൽ, അത് കുഴിച്ചു മൂടൽ, അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത്. മറ്റു ചില ഉലമാക്കൾ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് തെളിവ് പിടിച്ചുകൊണ്ട് പറയുന്നു, അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത. മനുഷ്യനെ അവന്റെ ജീവിതകാലത്തും മരണത്തിനു ശേഷവും അവനെ ഉൾക്കൊള്ളുന്ന വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു ഭൂമിയെ. ഉലമാക്കൾ ഇതിലൂടെ വിശദീകരിക്കുന്നു, ഇവിടെ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവന്റെ അവശിഷ്ടങ്ങൾ, അവന്റെ മുടി, നഖം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലാക്കിയിരിക്കുന്നു. ഈ രൂപത്തിൽ അവർ തെളിവ് പിടിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നഖവും മുടിയും അത് കുഴിച്ചിടലാണ് ഏറ്റവും ഹൈറായത്, ഏറ്റവും അഹ്സനായത്, നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തആലീമുകൾ മുറുകെ പിടിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു